നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ ശാമിനി ഗിരീഷ്. ഇന്നത്തെ കഥ ശ്രീമതി സൂര്യ മനുവിൻ്റേതാണ്. പാലക്കാട് ഒതളൂരിൽ നിന്നുള്ള അധ്യാപികയാണ് ഈ അക്ഷരങ്ങളുടെ കൂട്ടുകാരി. ഓൺലൈൻ സാഹിത്യ മേഖലയിലുള്ള ഏവർക്കും സുപരിചിതയാണ് ശ്രീമതി സൂര്യ. അവതരണ ശൈലിയിലെ മികവ് കൊണ്ട് പ്രിൻ്റ് മീഡിയയിലും സ്ഥാനം പിടിക്കാൻ ഇവർക്കായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മികച്ച രചനയാണ് ഇന്നത്തേത്. ശ്രീമതി സൂര്യ മനു എഴുതിയ നിഴലുകൾ എഴുതിയ നൊമ്പരങ്ങൾ. ഓലയിറമ്പിൽ നിന്നും നേർത്തുനേർ തിറ്റുവീഴുന്ന മഴനൂലുകളെ വിരലിൽ കോർത്തെടുത്തുകൊണ്ട് ഞാനിരുന്നു. അടുത്ത മഴയുടെ വരവറിയിച്ചുകൊണ്ട് ഇരുളിൻ്റെ കരിമ്പടം പുതച്ചെത്തിയ കിഴക്കൻ കാറ്റ് കരിമ്പനയോലകളിൽ പെരുമ്പറ കൊട്ടി. തറ മെഴുകുവാനുള്ള ചാണകത്തിലേക്ക് അരച്ചു ചേർക്കാനായി ബാറ്ററി കരി പൊടിച്ചെടുക്കുന്ന അച്ചമ്മയുടെ വേവലാതി കലർന്ന നോട്ടം എൻ്റെ മുഖത്തേക്ക് ഇടയ്ക്കിടെ പാളി വീഴുന്നത് ഞാൻ അറിയുന്നുണ്ട്. കോരൻ മന്ത്രവാദി ജപിച്ചു കെട്ടിത്തന്ന ഒടുവിലത്തെ ചരടും വെറുതെ ആയല്ലോ എന്ന് ഓർത്താവും. നേരം ഇരുട്ടിയിട്ടും ഇളയച്ചൻ പണിമാറ്റി എത്തിയില്ലല്ലോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. ഈയിടെയായി ഇളയച്ചൻ ഇത് പതിവാക്കിയിരിക്കുന്നു. അകത്ത് ചിമ്മിനി വിളക്കിൻ്റെ ചെറുവെളിച്ചത്തിൽ അമ്മ മയക്കത്തിലായിരിക്കും. ഉള്ളിലെന്തോ കത്തി അമരും പോലൊരു തോന്നലിൽ ഞാൻ വയറമർത്തിപ്പിടിച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നപ്പോൾ അച്ചമ്മ തിടുക്കത്തിൽ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. നീണ്ടൊരു തിരി അകത്തിട്ട് കത്തിച്ച മൺകുടവുമായി തിരിച്ചു വന്നു. കുടലാരം വയ്ക്കാനാണ്. കുടം വയറിലേക്ക് അമർത്തിപ്പിടിച്ചപ്പോൾ സുഖമുള്ളൊരു ചൂട് വയറിനെ ഇറുക്കി പിടിച്ചു. തെല്ലൊരാശ്വാസത്തിൽ തണുത്ത തിണയിൽ അമർന്നു കിടക്കുമ്പോഴാണ് ഇളയച്ചൻ കയറി വന്നത്. നിനക്കിത്തിരി നേരത്തെ വന്നൂടെ രമേശ? അച്ചമ്മ ചോദിച്ചു. ഈ അന്ത്യനേരത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങാൻ സുമയ്ക്ക് പറ്റുമോ? ഈ കുട്ടിക്കാണെങ്കിൽ എന്നും പനിയും കുളിരും വിറയലും. പിന്നീട് സ്വരം പരമാവധി താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും ഞാൻ വ്യക്തമായി തന്നെ കേട്ടു. ഇന്നലെ രാത്രിയിലും ശാരദയുടെ മുറ്റത്തൂടെ ഒടിയൻ ഓടിയത്രേ. മാറി നിന്ന പനിയും കുളിരും തിരിച്ചു വന്ന പോലെ എൻ്റെ ഉള്ളിൽ കിടുകിടുത്തു. കുറച്ച് ദിവസങ്ങളായി ഈ പരിസര പ്രദേശങ്ങളിൽ അവൻ്റെ സാമീപ്യമുണ്ട്, ഒടിയൻ്റെ. അമ്മയ്ക്ക് കുളി തെറ്റിയെന്നറിഞ്ഞതിൽ പിന്നെയാണ് ഞാനിത് കേൾക്കാൻ തുടങ്ങിയത്. ഇരുട്ടിൻ്റെ മറപറ്റി ഗർഭിണികളെ തേടി വരുന്ന ഒടിയൻ, വലിയ കാളയുടെ രൂപത്തിൽ ഓടി മറഞ്ഞെത്തുന്നവൻ, കുളമ്പുകൾ ഉച്ചത്തിൽ തറയിലടിച്ച് ഇടവഴികൾ താണ്ടിയെത്തുന്ന അവൻ്റെ പാതയിൽ തടസ്സമാകുന്നവർക്ക് അവൻ കാലൻ. ഓലച്ചുമരിൻ്റെ പഴുതിലൂടെ പല രാത്രികളിൽ ശാരദേട്ടത്തി അവനെ കണ്ടിട്ടുണ്ടത്രേ. എണ്ണ മിനുപ്പാർന്ന ദേഹവുമായി നിറനിലാ വെളിച്ചത്തിൽ കുളം പഠിച്ചു കടന്നു പോകുന്ന വാലില്ലാത്ത വെളുത്ത കാളക്കൂറ്റൻ. സുമയെ സൂക്ഷിക്കണേ എന്ന് ശാരദേട്ടത്തി ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും. വലിയ വയറും വിളർത്ത മുഖവുമായിരിക്കുന്ന അമ്മയെ കാണുമ്പോൾ വിഷമം തോന്നും. എൻ്റെ ഓരോ സ്വപ്നങ്ങളിലേക്കും എന്തിനാണ് ഒടിയൻ കടന്നു വരുന്നതെന്ന് ഓർക്കുമ്പോൾ ആദ്യ പുരണ്ടൊരു തേങ്ങൽ തൊണ്ടയിൽ കൂടുകെട്ടി. എത്ര തവണ മന്ത്രവാദിയെ കണ്ട് ചരട് കെട്ടി, എത്ര ഇടത്ത് ഒഴിഞ്ഞു വാങ്ങി. എന്നിട്ടും ഈ പെണ്ണിന് കിടക്കാനായില്ലേ? അച്ചമ്മ പറയുന്നതിന് ചെവി കൊടുക്കാതെ എന്നെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഇളയച്ചൻ കയ്യിലിരുന്ന കടലാസിൽ പൊതിഞ്ഞ മിഠായി എനിക്ക് നേരെ നീട്ടി. അല്പം പരുക്കനാണെങ്കിലും ഇളയച്ചനെ എനിക്കിഷ്ടമാണ്. എന്നും എനിക്കായി കരുതുന്ന ഈ മിഠായിയിൽ നിന്നും ഞാൻ നുണഞ്ഞെടുക്കുന്നത് പിന്നിട്ട വഴിയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ വാത്സല്യമാണ്. മരം മുറിക്കുന്നതിനിടെ വലിയ കൊമ്പൊരെണ്ണം ദേഹത്തേക്ക് വീണ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 4 വയസ്സാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പണി മാറ്റി വരുമ്പോഴത്തെ വിയർപ്പുഗന്ധം, എടുത്തുയർത്തി ചിരിപ്പിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ നെറ്റിയിൽ പതിയുന്ന നനവ്, അതാണ് എനിക്കച്ഛൻ. അച്ഛൻ്റെ മരണശേഷം സ്വന്തം വീട്ടിലേക്ക് പോയ അമ്മയെ 1 വർഷത്തിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഇളയച്ചനു കൈപിടിച്ചു കൊടുത്തത് അച്ചമ്മയാണ്. വീണ്ടും ഇളയച്ചൻ്റെ നീരസം കലർന്ന നോട്ടം എൻ്റെ നേർക്ക് നീളുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഓരോ ദിവസവും ഭീതിയോടെയാണ് ഉറങ്ങാനൊരുങ്ങുന്നത്. ഇടനാഴിയിൽ തഴപ്പായ വിരിച്ചു കിടന്നു. ഉറങ്ങരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോവുകയാണ്. പതിയെ പതിയെ നിദ്രയുടെ നിലയില്ലാത്ത ആഴങ്ങളിലേക്ക് വീണു പോകുന്നതറിഞ്ഞു. ചുറ്റും നിറയുന്ന കൂരിരുട്ട്, ശേഷം ഇരുളിനെ അരിച്ചു നീക്കി മെല്ലെ പടരുന്ന അമ്പിളിവെട്ടം. ചുറ്റും പതുങ്ങുന്ന നിഴലുകളെ ഭയന്ന് ഓടിക്കിതച്ച് ഞാൻ ചെന്നെത്തുന്ന ഇടവഴികൾ, ഓരോ ഇലയനക്കങ്ങൾ കൊണ്ടും നിലാവ് വരച്ചെടുക്കുന്ന ഭീകര രൂപങ്ങൾ. ഇടവഴിയറ്റത്ത് ഉയർന്ന പാറക്കല്ലിൽ തിളങ്ങുന്ന ചന്ദ്രബിംബത്തെ മറച്ചു നിൽക്കുന്ന വാലില്ലാ കാള, അവൻ്റെ തീക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകൾ, കുടിലതയാർന്ന ചലനങ്ങൾ. വീണ് കിടക്കുന്ന കരിയിലകളിലേക്ക് കുഴഞ്ഞു വീണ് ചതഞ്ഞമരുമ്പോൾ ദേഹത്തെഴിയുന്ന അവൻ്റെ വഴുവഴുത്ത നാവ്,
ശരീരത്തിലെ ഓരോ അണുവിനെയും ചവിട്ടിമെതിച്ച് കടന്നു പോകുന്ന കുളമ്പടികൾ. ദേഹം നുറുങ്ങുന്ന വേദനയോടെ സ്വബോധത്തിലേക്ക് ഉണർന്നത് എന്നത്തെയും പോലെ സൂര്യൻ ജനലഴികളിലൂടെ കടന്നു വന്ന് കണ്ണിനെ കുത്തി നോവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അമ്മയും അച്ചമ്മയും അടുക്കളയിലുണ്ട്. ഇളയച്ചൻ പണിക്ക് പോകാൻ ഇറങ്ങുകയാണ്. വാടിക്കുഴഞ്ഞ് അടുക്കളയിലെത്തിയ എൻ്റെ നെറ്റിയിൽ അച്ചമ്മ കൈവച്ചു നോക്കി. പനി വിട്ടില്ലല്ലോ എന്ന് ആവലാതിപ്പെട്ട് ചുക്കും മലന്തുളസി വേരുമിട്ട് തിളപ്പിച്ച ചക്കരക്കാപ്പി എനിക്ക് നേരെ നീട്ടി. നീ ആ രാമൻ വൈദ്യരെ കണ്ട് ഈ കുട്ടിക്ക് വല്ല അരിഷ്ടോ കഷായോ വാങ്ങണം, അച്ചമ്മ ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞു. മുറ്റം കടന്ന് തലേന്നു പെയ്ത മഴയിൽ കുതിർന്നു കിടക്കുന്ന കരിയിലകളെ അമർത്തിച്ചവിട്ടി ഇടവഴിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇളയച്ചൻ അത് കേട്ടതായി തോന്നിയില്ല. ഇടവഴിയിൽ മണ്ണിനോട് പതിഞ്ഞൊട്ടിക്കിടക്കുന്ന ഇലകളിൽ കാളക്കുളമ്പിൻ്റെ അടയാളം കണ്ടേക്കാമെന്ന തോന്നലിൽ എനിക്ക് വീണ്ടും തലചുറ്റി. നെറ്റിയിൽ അരച്ചിട്ട ചന്ദനവും അതിനുമേൽ നനച്ചിട്ട തുണിയുമായി ഇരുൾ വിങ്ങുന്ന മാനത്തേക്ക് നോക്കി ഞാൻ തിണ്ണയിൽ കിടന്നു. അണ പൊട്ടിയൊഴുകാൻ കൊതിച്ചുകൊണ്ടൊരു നൊമ്പരം മനസ്സിനെ നീറ്റുന്നുണ്ടായിരുന്നു. അന്നു പകൽ മുഴുവൻ മാനം മെഴുനീർ വാർത്തുകൊണ്ടേയിരുന്നു. ആർത്തലച്ചും നിലവിളിച്ചും ചിലപ്പോഴെല്ലാം വിങ്ങിപ്പൊട്ടിയും പദം പറഞ്ഞും മറ്റു ചില നേരങ്ങളിൽ അടക്കി പിടിച്ചും മഴ തൻ്റെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനൊപ്പം കരഞ്ഞു തീർക്കുകയാണെന്ന് തോന്നി. വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ ഇടവഴിയിലേക്കൂർന്നു വീണ അന്തിച്ചുവപ്പ് കൂരിരുട്ടിന് വഴിമാറിയിട്ടും പിന്നീടവിടേക്ക് നിലാവെത്തി നോക്കിയിട്ടും ഇളയച്ചൻ വീടണയുകയുണ്ടായില്ല. മഴ മാറി നിന്നുവെങ്കിലും രാത്രി ഭീതിതമായിരുന്നു. കാവുകളിലെ ഭീമൻ വൃക്ഷങ്ങളിലിരുന്ന് കാലൻ കോഴികൾ നീട്ടിക്കൂവി. ദൂരെ പാടത്തുനിന്ന് കുറുക്കന്മാരോരിയിട്ടു. വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ട് ഞാൻ കാതുകൾ പൊത്തി കണ്ണുകൾ ഇറുക്കിയടച്ചു കിടന്നു. പിറ്റേന്ന് തെളിഞ്ഞൊരു പ്രഭാതത്തിലേക്ക് ഉന്മേഷത്തോടെ ഞാൻ കൺമിഴിക്കുമ്പോൾ താഴെ ഇടവഴിയറ്റത്ത് കമിഴ്ന്നു വീണു കിടന്നിരുന്ന ഇളയച്ചൻ്റെ ശരീരത്തിലേക്ക് കരിയുറുമ്പുകൾ വരിവെച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിലെ ഇരുൾ വീണ ഇടവഴികളിൽ നിന്ന് കാളക്കുളം പടിയൊച്ചകൾ എന്നേക്കുമായി ഇറങ്ങിപ്പോയതും അതിനുശേഷമായിരുന്നു. ശ്രീമതി സൂര്യമനു എഴുതിയ നിഴലുകൾ എഴുതിയ നൊമ്പരങ്ങൾ.